Hi, this is me Jimna. Welcome to CC Cyber Campus. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിങ്ക്ഡിനെ പറ്റിയിട്ടാണ്. ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് പെയ്ഡ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു ദിവസം തന്നെ 134 മില്യൺ യൂസേഴ്സ്, ആക്റ്റീവ് യൂസേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ യൂസേഴ്സായിട്ട് വരുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ്, അതുമല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ കമ്പനി പ്രൊഫൈൽസ്, അതുപോലെ തന്നെ ജോബ് ഹണ്ടേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഈ ലിങ്ക്ഡിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് ബിസിനസ് പ്രൊഫഷണൽസ്, അതേപോലെ തന്നെ ജോബ് ഹണ്ടേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഈ ബിസിനസ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അവരുടെ നെറ്റ്വർക്ക്സ് കൂട്ടാനും അതുപോലെ തന്നെ അവരുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷന് പുറമെ ആൾക്കാരായിട്ട് പരിചയപ്പെടാനും ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്താനൊക്കെയാണ്. അതേപോലെ ജോബ് ഹണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കണ്ടെത്താനും കമ്പനീസായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഈ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക, എങ്ങനെയാണ് ലിങ്ക്ഡിനിൽ പെയ്ഡ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. ഓർഗാനിക് ആയിട്ടും അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു 2 പേജസ് വേണം. നമ്മുടെ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് 2 പേജസാണുള്ളത്. ഇനി പേജസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ബിസിനസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റ് എ കമ്പനി പേജ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കമ്പനി ഷോക്കേസ് പേജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 3 ഓപ്ഷൻസാണ് വരുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ബിസിനസ് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ക്യാമ്പയിൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഫോർ ബിസിനസ്സിൽ മാർക്കറ്റിംഗിൽ അഡ്വർടൈസ്. ഓക്കെ, നമ്മൾ DG കരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പേജിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാമ്പയിൻ ഗ്രൂപ്പ്സ്, ക്യാമ്പയിൻസ് ആൻഡ് ആപ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ക്രിയേറ്റ് ക്യാമ്പയിൻ, ഇവിടെ ക്യാമ്പയിൻ നെയിം കൊടുക്കാം. നമുക്ക് ക്വിക്ക് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം അഡ്വാൻസ്ഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡ് കണ്ടിന്യൂ ചെയ്യാം. അവയർനെസ് നമുക്ക് അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ക്വിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഒബ്ജക്റ്റീവാണ് വരുന്നത്, അവയർനെസ്സും വെബ്സൈറ്റ് വിസിറ്റും. നമുക്ക് ആദ്യം ക്വിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമ്പയിൻ നെയിം നമ്മൾ കൊടുക്കുക. വിച്ച് മാർക്കറ്റിംഗ് കോഴ്സിന് കൊടുത്തു. ഒബ്ജക്റ്റീവ് ഞാൻ ബ്രാൻഡ് അവയർനെസ് എടുക്കുവാണ്. ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുമ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് നമുക്ക് ഈ ഒരു ബ്രാൻഡിനെ റീച്ച് ചെയ്യിപ്പിക്കുക. വെബ്സൈറ്റ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡിംഗ് പേജിലേക്ക് മാക്സിമം ആൾക്കാരിനെ കൊണ്ടുവരിക, അതാണ് നമുക്ക് വരുന്നത്. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിലാണുള്ളത്, പ്രൊഫൈൽ ബേസ്ഡും അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ടെംപ്ലേറ്റ്. പ്രൊഫൈൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ റീച്ച് മെമ്പേഴ്സ് ബൈ സീനിയോറിറ്റി, ജോബ് ഫംഗ്ഷൻ ആൻഡ് ഇൻഡസ്ട്രി. ലിങ്ക്ഡിൻ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. പ്രൊഫൈൽ ബേസ്ഡ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, കേരള. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ലാംഗ്വേജ് ഓഡിയൻസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ചൂസ് ചെയ്യാനുണ്ട്, അത് ചൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ കുറച്ച് ഓഡിയൻസിന് ഒന്നുകൂടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കമ്പനി ഇൻഡസ്ട്രീസ് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഡിയൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ എടുക്കാം. അങ്ങനെ ഓരോന്നിലും ജോബ് സീനിയോറിറ്റീസ്, ജോബ് ഫങ്ഷൻസ്, ജോബ് ടൈറ്റിൽസിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ ഓഡിയൻസിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്യാമ്പയിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓഡിയൻസിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ആഡ് ഫോർമാറ്റിന് നമുക്ക് സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ആണ് വരുന്നത്. ഞാൻ സിംഗിൾ ഇമേജ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി താഴത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂൾ, അവിടെ നമുക്ക്
ലൈഫ് ടൈം ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെയിലി ബഡ്ജറ്റ്. നമ്മൾ ഡെയിലി ബഡ്ജറ്റ് ചൂസ് ചെയ്യാം. അപ്പം ഡെയിലി ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കുക. അപ്പോൾ ഇതിൽ 10,000 ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അത്രയും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഒരു 500 ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ആൻഡ് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ. നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് എത്ര റീച്ച് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഫോർകാസ്റ്റഡ് റിസൾട്ടായിട്ട് എത്ര ഓഡിയൻസ് സൈസ് വരും, ടോട്ടൽ സ്പെൻഡ് എത്രയാവും, റീച്ച് എത്ര കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ. ആൻഡ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആൻഡ് ആഡ് ഫോർ യുവർ ക്യാമ്പയിൻ. നമുക്ക് ആഡ് ക്രിയേറ്റ്, നമുക്ക് ഇവിടെ ക്യാമ്പയിൻ ആഡ്സ് ആൻഡ് ലോഞ്ച് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്താണോ ആൾക്കാരിലേക്ക് കാണിക്കേണ്ടത്, റീച്ച് ചെയ്യിപ്പിക്കേണ്ടത്, ആ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ ക്യാമ്പയിൻ ആഡിൻ്റെ നെയിം കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാം. നമുക്ക് എന്താണ് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാനുള്ളത് അത് നമുക്ക് കൊടുക്കാം. അപ്പം ഇൻട്രൊഡക്ടറി ടെസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് ഡെസ്റ്റിനേഷൻ URL നമുക്ക് എവിടേക്കാണോ വേണ്ടത് ആ ഒരു URL കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു വെബ്സൈറ്റിലേക്കുള്ള URL ആണ് കൊടുക്കുന്നത്. നമുക്ക് ഇമേജ്, നമ്മളുടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജ് നമുക്ക് കൊടുക്കണം. അപ്ലോഡ് ആൻഡ് സെലക്ട്. ഹെഡ്ലൈൻസ് എടുക്കുക. ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊരു ഡെമോ ആയതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. കോൾ ടു ആക്ഷൻ, നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ എന്താണ് കോൾ ടു ആക്ഷൻ ആയിട്ട് വരേണ്ടത്. ഇപ്പം നമുക്ക് ഇതാണ് നമുക്ക് പ്രിവ്യൂ ആയിട്ട് വരുന്നത്. ഇപ്പം ഡിജി കരിയർ വേൾഡ് പ്രൊമോട്ടഡ് എന്നായിരിക്കും വരുന്നത്. അതേപോലെ എന്താണ് അതിൻ്റെ ആ ഒരു ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ് എങ്ങനെയാണ്, അതേപോലെ ഹെഡ്ലൈൻസും ഇനി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്ക്രിപ്ഷനും നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് URL ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി കോൾ ടു ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ബട്ടണാണ് അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത് കൊടുക്കാമെന്ന്. ലേൺ മോർ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ലേൺ മോർ. അപ്പം ഈ ഒരു ആഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ലേൺ മോർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരുന്നത്. സേവ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പോവാം. ഇനി നമുക്ക് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും അതുപോലെ സിപ്പ് കോഡ് പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് വരുമ്പം നമുക്ക് നമ്മുടെ ബിസിനസ് ഇൻഫോർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് കൺട്രി, അതേപോലെ അഡ്രസ് ലൈൻ, സ്റ്റേറ്റസ്, സിപ്പ് കോഡ്, അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളും പോസ്റ്റൽ കോഡ്, GST ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ എഗ്രി ആൻഡ് ലോഞ്ച് ക്യാമ്പയിൻ. അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിഷ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഗൂഗിൾ ആഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഓഡിയൻസിന് സെലക്ട് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും,
ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് കൺട്രി അല്ലെങ്കിൽ ഏത് പ്ലേസിലേക്കാണ് അഡ്വർടൈസ്മെൻറ്റ് പോകേണ്ടത്, ഏത് തരത്തിലുള്ള ഓഡിയൻസിലേക്കാണ് പോകേണ്ടത്, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഈ ഒരു ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് പെയ്ഡ് ക്യാമ്പയിൻസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക. നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, എങ്ങനെയാണ് ഒരു പെയ്ഡ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.